അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മായിൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ 46 ആയത്തുകളാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ 47, 48 ആയത്തുകളാണ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. ഈ പാഠ്യപദ്ധതിയിൽ പങ്കെടുക്കുന്ന ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാ ആളുകളുടെയും ഉദ്ദേശം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കലാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും മറന്നു പോകാതെ ഓർമ്മയിൽ നിലനിൽക്കുമാറാകട്ടെ. അതേപോലെ ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്ന, താങ്ങും തണലായി നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുകും അലൽ ആലമീൻ. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ മദ് അസ്ലി, യാക്ക് മുകളിൽ ചെറിയ അലിഫുണ്ട്. അതേപോലെ ആലമീൻ, അവിടെയും ചെറിയ അലിഫുണ്ട്. അത് മദ് അസ്ലിയുടെ ചിഹ്നമാണ്. അത് 2 ഹർക്കത്ത് മാത്രമേ നീട്ടാവൂ. പിന്നെയുള്ളത് യാ ബനീ, അവിടെ മദ് മുൻഫസിലാണ്. അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. പിന്നെയുള്ളത് റാ, തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇസ്രായീൽ, അവിടെ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടണം. പിന്നെയുള്ളത് ഇസ്കുറൂ, അവിടെയും റാ തഫ്ഹീം ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളത് നിഅമതിയല്ലതീ, അവിടെയും മദ് മുൻഫസിലാണ്. 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന വ അന്നി, അവിടെ 2 ഹർക്കത്ത് മണിച്ച് ഓതണം. പിന്നെയുള്ളത് ഫളൽതുകും, അവിടെ ലാക്ക് ഷദ്ദുള്ളത് കൊണ്ട് അത് നല്ലപോലെ കനപ്പിച്ച് തഫ്ഹീം ചെയ്ത് ഓതണം. പിന്നെയുള്ളത് മദ് ആരിദു സുക്കൂനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റു ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. യാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ. ഇസ്കുറു, നിങ്ങൾ ഓർക്കുവിൻ. നിഅമതിയ, എൻ്റെ അനുഗ്രഹം. അല്ലതീ അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തതായ. അലൈക്കും, നിങ്ങൾക്ക്. വ അന്നീ ഫളൽതുകും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നുവെന്നും. അലൽ ആലമീൻ, ലോകരേക്കാൾ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. രണ്ടാമത്തേത്, ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത്, ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ ഓതി പഠിക്കുക. എന്നാൽ നമുക്ക് ബൈഹാർട്ടാക്കാൻ നോക്കാം. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ.
യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. നമുക്കിതൊന്ന് കാണാതെ ഓതി നോക്കാം. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും. അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും. അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും. ഇത് ഇനി കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാം. അലൽ ആലമീൻ വത്തഖൂ. അലൽ ആലമീൻ വത്തഖൂ. അലൽ ആലമീൻ വത്തഖൂ. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും അലൽ ആലമീൻ വത്തഖൂ. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും അലൽ ആലമീൻ വത്തഖൂ. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വ അന്നീ ഫളൽതുക്കും അലൽ ആലമീൻ വത്തഖൂ. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കണം. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. വത്തഖൂ, ഇവിടെ ഖാഫ് തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് യൗമല്ല, ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഉന്നയുടെ നിയമമാണ്. തൻവീന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വെളിവാക്കാതെ മണിക്കാതെ ലയിപ്പിച്ച് ചേർത്തി ഓതണം. യൗമല്ല. പിന്നെയുള്ളത് തജ്സി, ഇവിടെ ജീമിന് സുക്കൂനുണ്ട്. കൽക്കലയുടെ നിയമം, ശബ്ദം ചെറുങ്ങനെ പ്രതിധ്വനിപ്പിക്കണം. തജ്സി. പിന്നെയുള്ളത് ഇൽഹാർ ഹൽക്കിയാണ്. നഫ്സുൻ അൻ, ഇവിടെ തൻവീന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഐനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യണം, അതായത് വെളിവാക്കണം നൂനിനെ. നഫ്സുൻ, നഫ്സുൻ അൻ നഫ്സിൻ, മണിക്കാതെ വെളിവാക്കി ഓതണം. പിന്നെയുള്ളത് ഇദ്ഗാം കാമിൽ ബി ഉന്നയാണ്. അന്നഫ്സിൻ, സുക്കൂനിലെ നൂനിന് ശേഷം അടുത്തത് നൂൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ നൂനിന് ഷദ് കൊടുത്ത് പൂർണ്ണമായും ലയിപ്പിച്ച് മണിപ്പിച്ച് ചേർത്തി ഓതണം. പിന്നെയുള്ളത് ഇഖ്ഫാഇൻ്റെ നിയമമാണ്. നഫ്സിൻ ഷൈഅൻ, ഇവിടെയും ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ഷീനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. നഫ്സിൻ ഷൈഅൻ. ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന് ശേഷം വായാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള നിയമം
മണിച്ചുകൊണ്ട് പൂർണ്ണമായും ലയിപ്പിച്ച് ചേർത്തി ഓതണം. ഷൈഅ. പിന്നെയുള്ളത് യഖ്ബലു. ഇവിടെ കാഫിന് സുക്കൂനുണ്ട്, അതുകൊണ്ട് കൽക്കലയുടെ നിയമം, ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. പിന്നെയുള്ളത് ഷഫാഅത്തുൻ. അവിടെ മദ് അസ്ലിയുടെ നിയമമുണ്ട്. അതേപോലെ തന്നെ ഷഫാഅത്തുൻ വ. അവിടെയും ഇദ്ഗാം ബിഗുന്നയുടെ നിയമം തന്നെയാണ്. പിന്നെയുള്ളത് ഹ തഫ്ഹീം ചെയ്യണം. അതേപോലെ അദുലും. അവിടെ ദാലിന് സുക്കൂനുള്ളത് കൊണ്ട് കൽക്കലയുടെ നിയമമുണ്ട്. പിന്നെയുള്ളത് അദുലും വ. അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. പിന്നെയുള്ളത് ഇഖ്ഫാൻ്റെ നിയമം, യുൻസറൂൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്വാദിന് കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് ആ മണിക്കലിനും കുറച്ച് ഹെവിനെസ് കൊടുക്കണം. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂനാണ്, യുൻസറൂൻ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല. ഇനി ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, കാക്കുകയും ചെയ്യുവിൻ. യൗമൻ, ഒരു ദിവസത്തെ. ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല, ഉപകരിക്കുകയില്ല. നഫ്സുൻ, ഒരു ദേഹവും ആത്മാവും. അന്നഫ്സിൻ, ഒരു ദേഹത്തിനും അല്ലെങ്കിൽ ആത്മാവിനും. ഷൈഅൻ, യാതൊന്നും. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ, അതിൽ നിന്ന്. ഷഫാഅത്തുൻ, ഒരു ശുപാർശ. വലാ യുഖദു, മേടിക്കപ്പെടുകയുമില്ല, സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ, അതിൽ നിന്ന്. അദുലുൻ, കിടയൊത്തത്, പ്രായശ്ചിത്തം. വലാഹും, അവർ ഇല്ലതാനും. യുൻസറൂൻ, അവർ സഹായിക്കപ്പെടും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഇത് ബൈഹാർട്ട് ആക്കാൻ നോക്കാം. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ. ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ മതി. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. മിൻഹാ അദുലും വലാഹും യുൻസറൂൻ വഇദ് നജ്ജൈനാകും. മിൻഹാ അദുലും വലാഹും യുൻസറൂൻ വഇദ് നജ്ജൈനാകും. മിൻഹാ അദുലും വലാഹും യുൻസറൂൻ വഇദ് നജ്ജൈനാകും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായിട്ട് ഓതി നോക്കാം. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദുലുൻ വലാ ഹും യുൻസറൂൻ വഇദ് നജ്ജൈനാകും. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ.
ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون وإذ نجيناكم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون وإذ نجيناكم. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാവൂ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ആയത്താണ് പഠിച്ചത്. ഇനി മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത്, മനസ്സിൽ പതിപ്പിക്കുക. ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തേത്, ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത്, സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ടു നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത്, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാനും പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. പിന്നെ ബൈഹാർട്ട് ആയതിനു ശേഷം നല്ല ഒരു ഖുർആൻ പാരായണത്തിൻ്റെ MP3 കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കണം. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ പഠിച്ച ഭാഗങ്ങൾ മറന്നു പോകാതെ കാലങ്ങളോളം നിങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കിയുള്ള പാഠങ്ങൾ ഇതേപോലെ പഠിക്കുവാനും അതേപോലെ മനസ്സിൽ ഓർമ്മയോടുകൂടി എന്നെന്നും നിലനിൽക്കുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.